So let's talk about Rengadan and Boys ആവേശം. സോ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലൻ എന്നും പറയാൻ പറ്റില്ല, മോശം എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് രംഗണ്ണൻ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു സൈക്കോപാത്ത് ആണോ എന്ന് തോന്നുന്നു ചില നേരത്ത് ഓവറായിട്ട് പൊസസീവ് ആണോ അത് റിയലി ലവിങ് ക്യാരക്ടർ ആണോ എന്ന് നമുക്ക് ഡൗട്ട് അടിക്കും. ആൻഡ് ഈ ക്യാരക്ടറിന്റെ ഡെപ്തിനെ കുറിച്ച് കൺഫ്യൂസിങ് ആണ്. ആൻഡ് ഓവറോൾ ഈ പടത്തിൽ നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറൈസേഷൻ ആൻഡ് മേക്കിംഗ്, ഒബ്വിയസ്ലി മേക്കിംഗ് അമേസിംഗ് ആണ്. ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേറെ ലെവൽ സംഭവമായിട്ടുണ്ട്. എന്റെ പൊന്നെ, നമ്മൾ ഈ തെലുങ്ക് പടങ്ങളിലും കന്നഡ പടങ്ങളിലൊക്കെ കണ്ടുന്ന സംഭവമുണ്ടല്ലോ, 100 പേരൊക്കെ ഒറ്റയ്ക്ക് അടിച്ചിരുന്നതായി. പക്ഷെ ഇതില് അതിനൊരു സ്പൂഫാണോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടാണോ അതോ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ കാണിച്ചത്. പക്ഷെ അത് സാറ്റിസ്ഫൈങ് ആണ്. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അതിന്റെ ഒരു സംഭവം, അങ്ങനത്തെ കുറെ അധികം നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട്, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളതായിരുന്നു. എല്ലാം കത്തിയായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ബോറായിട്ട് തോന്നുന്ന ഫൈറ്റ് സീൻസ് ആയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാല് ഈ പടം ഭയങ്കര റിച്ച് വൈബാണ്, ഫുൾ കണ്ടുപിടി പെൺകുടി പോകല്. അത് ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് വർക്കാവും. അതൊന്നും സിനിമയെ കാണാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ യൂത്ത് ഓഡിയൻസിന് ഫോക്കസ്ഡ് ആണ്. ഇത് ഓഡിയൻസ് ബേസ്ഡ് ആയിരിക്കും, എല്ലാവർക്കും ഇത് വർക്ക് ആവണമെന്നില്ല. ലൈക്ക് ഫാമിലി ഓഡിയൻസോ അല്ലെങ്കിൽ ആർട്ട് ഫിലിം അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ഫിലിം ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് ചിലപ്പോൾ ഇത് വർക്ക് ആവണമെന്നില്ല. സോ ഓവറോൾ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് പറയാനല്ല, കാരണം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കിടിലനായ മൂവി വിത്ത് റിച്ച് വൈബ്, റിച്ച് കോളേജ് ലൈഫ് ആൻഡ് എവറിത്തിങ് ഈസ് റിച്ച് ആൻഡ് ദാറ്റ്സ് ഓൾ. അങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു പടം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു സാധനത്തിന് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ആവണമെന്നില്ല. അതാണ് പറയുന്നത്, ചീപ്പ് പ്രോഡക്ട്സ് ഹാവ് മോർ കസ്റ്റമേഴ്സ് എന്നുള്ളത് പറയുന്നില്ലേ. സോ ദ തിങ് ഈസ്, ഇപ്പോൾ ബിഗ് ബിയോ അല്ലെങ്കിൽ വിൻഡ്രോ അല്ലെങ്കിൽ ഇപ്പോൾ ടമാര സംഭവം ഒക്കെ പൊട്ടിയ പടങ്ങളാണ്, പക്ഷെ വളരെ ക്വാളിറ്റി ഉള്ള ഫിലിംസ് ആണ്. എന്നാൽ പുഷ്പ അല്ലെങ്കിൽ ബാലയുടെ പല പടങ്ങളും അങ്ങനെ പല പടങ്ങളും നല്ല കളക്ഷൻ എടുത്ത പടങ്ങളാണ്, പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ള ഫിലിംസ് ആയിട്ട് തോന്നിയില്ല. സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് തോന്നിയത് ഒരു ആവറേജ് അബോ ആവറേജ് ഫീലാണ് പടം ഓവറോൾ തരുന്നത്. പക്ഷെ നല്ല റിച്ച് വൈബ് വിത്ത് കിഡിലൂസ്ലി BGM ആയിട്ടാണ് പടം തോന്നി. എൻ്റെ ഓവറോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്.